സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഇന്ന് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം മാത്തൂര് തെരുവത്ത് പള്ളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തവരെ മുമ്പിലും വരുന്നത്. അതിന്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കും. ഈ പള്ളിയുടെ ഐതിഹ്യത്തെ കുറിച്ച് എന്താണ് അറിവ്? ഐതിഹ്യത്തെ കാര്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാള് വന്നിട്ട്, വയസ്സായ ആള്, ഭിക്ഷക്കാരൻ വന്നിട്ട് ചെറിയ പള്ളിയായിരുന്നത് അവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഒരു കൃഷിക്കാരൻ മുതലാളി പാടത്ത് വെള്ളം നോക്കാൻ വേണ്ടി പോയതാണ്. കാറ്റൊക്കെ വിണ്ട് കിടക്കുകയാണ് ആ സമയത്ത്. അങ്ങനെ ഭിക്ഷക്കാരൻ എന്ത് പറഞ്ഞു, എന്താ മേന്നെ എവിടെ പോയ പാടത്ത് പോയി എന്താ കാരണം കാറ്റൊക്കെ വിണ്ട് കിടക്കുന്നുണ്ട് എന്താ. അപ്പൊ ആളെന്ത് പറഞ്ഞു ഭിക്ഷക്കാരൻ, ഒരു കാര്യം കട്ടയൊക്കെ വെച്ചിട്ട് പോയി നേരം വെളുക്കുമ്പോഴേക്കും വെള്ളം പൊതുവായിട്ട് ആള് നേരം വെളുത്ത് ഈ കിച്ചന്റെ മുതലാള് വരുമ്പോ ആള് മറ്റിയെടുത്ത് പാടത്ത് വെള്ളം ഫുള്ളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് സംഭവം. അതുപോലെ തന്നെ ഈ കാഞ്ഞരത്തെ ഉല കൂടുന്ന കാഴ്ച വരും മറ്റന്നാൾ പുലർച്ചെ ഒരു 5 മണിയാകുമ്പോ ഇവിടെ കാഴ്ച എത്തും. അപ്പൊ 1 മിനിറ്റ് 2 മിനിറ്റ് ഈ കാഞ്ഞരത്തിന്റെ ഇല അങ്ങനെ ചെറുതായി ഇതാകും, കൂമ്പ് വരും, പിടിക്കും. അതൊന്ന് ചവച്ച കഴിഞ്ഞാൽ ആ സമയത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ മധുരം ഉണ്ടാവും. അത് അത്ര ഐതിഹ്യമാണ്, അത്ര സത്യമാണെന്നാണ്. അതേമാതിരി ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇന്നും നാളെ കാളവണ്ടികളെ കാളവണ്ടി കുതിരവണ്ടിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും അല്ലേ? കുതിരവണ്ടി കാളവണ്ടി ഇഷ്ടംമാതിരി ഇവിടെ. അതെ, അവര് വന്നു കഴിഞ്ഞാൽ ആടെടുക്കുക, കോഴിയെടുക്കുക, ഭക്ഷണം വെച്ച് കഴിക്കുക. 4 ദിവസം 5 ദിവസമൊക്കെ അവിടെ ഇരുന്നു. ജാതി മതഭേദമൊന്നും അതാണ് കാരണം. ജാതി ഭേദ മതം ഒന്നുമില്ല ഈ പള്ളിയിൽ. കാരണം ഓരോ മനുഷ്യന്റെയും സ്വരമാണ് ദൈവം. അത് ഈ സ്വരത്തെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. ഈ സ്വരം നമ്മൾ ഏത് സ്വരമാണോ നമ്മൾ എടുക്കുന്നത്, അതായത് അല്ലാഹ്, യേശു, ശിവനെ, എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നത് ഈ സ്വരത്തെയാണ് ദൈവം പറയുന്നത്. ഇവിടെ ജാതിയില്ല മതമില്ലാത്ത ഈ പള്ളിയുടെ മറ്റു വിശേഷങ്ങളുമായാണ് നമ്മൾ പോകുന്നത്. قربك سجود سجدة العابد لربه ودعا أحمد ربي لكمل بك وجود لوجودك جمل وجود الهنا راحتي بالقرب يا الخل الودود لحكاياتك سعاداتي أنا أشتم عطرك ياسمين وبه ورود وريحة كفوفك ملامسها حلا دهن عود. അന്നദാനം മഹാദാനം എന്നാ പറയുന്നത്. അതിജാതി മതം ഭേദമില്ലാതെ എല്ലാവരും വന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയാണ്. അതുപോലെ ഒരുപാട് ആടുകളെ വെട്ടി അവര് ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. നമുക്കൊന്ന് കാണാം. അന്നദാനം മഹാദാനമാണ് ഇല്ലേ? എത്രയോ പേര്, എത്രയോ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭക്ഷണമാണ് ഇവിടെ ഒരുക്കുന്നത് ഇല്ലേ? അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എത്ര മണിക്ക് தமிழ் இப்போ 6 மணிக்கு அன்னதானம் நடைபெறும். ஷேக் முகமது அலிவுல்லாவுடைய கந்திரி வருடமா உடம்புலப்பேட்டை சேர்ந்த பந்தல் அன்சார் பந்தல் அவங்க இந்த நிகழ்ச்சியை நடத்துறாங்க. அவங்களுக்கு நம்ம எல்லாம் உறுதுணையா இருந்து, ஜமாத் உறுதுணையா இருந்து, கமிட்டி உறுதுணையா இருந்து இன்ஷா அல்லாஹ் ஷேக் முகமது அலிவுல்லாவுடைய துவா பரக்கத்தில் போட்டாலும் வந்திருக்கூடிய யாத்திரைகளுக்கு ஹக்கான ஹாஜத்கள் முராதுகள் எல்லாம் அல்லாஹ் தஆല ഹാസിലാക്കുവാനാക. അസ്സലാമു അലൈക്കും. അതായത് ഇക്ക പറയുന്നത് ഇവിടെ എല്ലാ വിധത്തിലും 6 മണി മുതൽ എത്ര മണി വരെ ഭക്ഷണം കൊടുക്കും? 11 മണി വരെ, രാത്രി 11 മണി വരെയും ഭക്ഷണം ആടറുത്ത് വേണ്ട ഭക്ഷണം പൊതുജനങ്ങൾക്ക് കൊടുക്കും എന്നതാണ് പറയുന്നത് അല്ലേ? ഇവിടെ ജാതിയില്ല മതമില്ല, എല്ലാവരും കൂട്ടായ്മയായിട്ട് നടക്കുന്ന അതെ, അതാണ്. അതെ, കണ്ടുപോകും. ينولد عمر الغلا ومن حنانك يرتوي عمري سعود وتبتهج نفسي بقربك يا الغلا شوف حالي من بعد فرقك عوف ترتجف روحي مع اللهفة سوا انت حاكمي والسيدي وانت الولوف رفقي يرحم حالي
പറയട്ടെ. സുഹൃത്തുക്കളെ, കണ്ടല്ലോ ആ വീഡിയോ. കാരണം ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിപ്പൊക്കെ സംഭവിക്കുന്ന ഈ നാട്ടിൽ ഇത്ര ഒരു ജാതി പൊരുത്തമുള്ള എല്ലാ ജാതി മതവിശ്വാസികളെ പൊരുത്തത്തോടു കൂടി കൂട്ടായ്മ കൂടി അന്നദാനവും കൊടുത്ത് പ്രാർത്ഥനയും ഒക്കെ ആയി പോകുന്ന ആ മാത്തൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതെ തെരുവ് പള്ളിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അതാണ് മാതൃക. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും പല ദൈവങ്ങളെയും പ്രാർത്ഥിക്കുമ്പോഴും ഐശ്വര്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ പല ദൈവങ്ങളെ മുമ്പിൽ പോകുന്നുണ്ട്, ഇല്ലേ? അവിടെ ഒരു ജാതിയും മതവും ഒന്നുമില്ല. അതാണ് ഇവിടെയും കാണുന്നത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും ഒരവസരം കിട്ടിയാൽ ഈ പള്ളിയിൽ വരണം. ഇന്ന് വൈകുന്നേരത്ത് 6 മണി മുതൽ രാത്രി 12 മണി വരെ നടക്കുന്ന അന്നദാനം മഹാദാനമാണ്. അന്നദാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം. ഇനിയും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരണം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.